പ്രൊഫസർ ടി ജെ ജോസഫിനെ കൈവെട്ടിയ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിനായി എൻഐഎ ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ്. തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായാൽ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. സവാദ് ഈ മാസം 24 വരെ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ തിരിച്ചറിയൽ പരേഡ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. കാരണം ഇദ്ദേഹം പ്രൊഫസർ തിരിച്ചറിയണം, കൈവെട്ടിയ ആളെ ഓർമ്മയുണ്ട് എന്ന് ഇന്നലെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതങ്ങനെ മറക്കുന്നതല്ലെന്ന്. അപ്പം പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ആ തിരിച്ചറിയൽ പരേഡുണ്ട്. പ്രതിയെ എപ്പോഴായിരിക്കും അതിനായി എത്തിക്കുക? ഏതു തരത്തിലായിരിക്കും ആവശ്യമുന്നയിക്കുക? ധന്യ, ഇത് കോടതിയിൽ ആദ്യം അപേക്ഷ സമർപ്പിക്കണം. അതിനുശേഷം അത് കോടതി അനുവദിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിൽ എറണാകുളം സബ് ജയിലിൽ വെച്ച് തന്നെയായിരിക്കും ഈ നടപടിക്രമങ്ങൾ നടക്കുക. അവിടെ വെച്ചായിരിക്കും തിരിച്ചറിയൽ പരേഡ് അടക്കം നടക്കുക. അതിനൊരു ആദ്യം ഒരു സമയം കോടതി അനുവദിക്കുക എന്നതാണ്. അതിനുശേഷം തന്നെ ഈ തിരിച്ചറിയൽ പരേഡിനും ശേഷമായിരിക്കും ഇയാളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എൻഐഎ കടക്കുന്നത്. കാരണം ഇയാളെ ഈ കേസിൽ ഇപ്പോൾ മൂന്നാമത് വിചാരണ എന്ന രീതിയിൽ തന്നെ ആരംഭിക്കേണ്ടി വരും. 1ഉം 2ഉം വിചാരണ ഘട്ടങ്ങൾ കഴിയുകയും രണ്ടിലുമായി ഏതാണ്ട് 19ഓളം പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 13 പേരെയും രണ്ടാം ഘട്ടത്തിൽ അത് 6 പേരെയുമാണ് ശിക്ഷ വിധിച്ചത്. ഇനി ഈ കേസിലെ ഏറ്റവും വലിയ കുറ്റവാളി, ഏറ്റവും വലിയ പ്രതി എന്ന് പറയുന്ന ഒന്നാം പ്രതിയായ സവാദിനെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടത്തേണ്ടതുണ്ട്. അതിൽ കോടതിയിലേക്ക് ആ നടപടിക്രമങ്ങൾ പോകും, കുറ്റപത്രം സമർപ്പിക്കും. ഒരുപക്ഷെ അതിൽ പ്രതിപട്ടികയിൽ ഇനി കൂടുതൽ പേര് കൂട്ടിച്ചേർക്കപ്പെടും, അതിൽ സംശയമില്ല. കാരണം ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾ മുതൽ ഇതിൽ പങ്കാളികളായവർ വരെയും ആ പ്രതിപട്ടികയിലുണ്ടാകും. അപ്പോൾ അതിനെല്ലാം തന്നെ വിചാരണ നടപടികളുണ്ടാകും. ഒപ്പം തന്നെയും നേരത്തെയും വിസ്തരിച്ച സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും വിസ്തരിക്കുന്നൊരു സാഹചര്യമുണ്ടാകും. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ട പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒന്നാം പ്രതി അറസ്റ്റിലാകുന്നതോടെ ഈ കേസിൻ്റെ ഒരു രൂപം മാറുന്നുണ്ട്. കാരണം ആദ്യ 2 ഘട്ട വിചാരണകളേക്കാൾ അതീവ ഗൗരവതരം തന്നെയാണ് ഈ 3ാം ഘട്ടത്തിലെ വിചാരണ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി തന്നെയാണ് കേസിൽ പിടിയിലായിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇയാൾ ഈ ഉപയോഗിച്ച ആയുധം, ഒരു കൈമുഴുവാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ആയുധം കണ്ടെടുക്കാൻ എൻഐഎക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. നേരത്തെ അന്വേഷണ ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അത് സാധ്യമായിട്ടില്ല. ഇയാൾ ഒപ്പം ആണ് കടന്നു കളഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ഒരു സങ്കീർണതകൾ തന്നെയാണ്. എന്തായാലും ഒന്നാം പ്രതിയുടെ വിചാരണ ആരംഭിക്കുന്നതോടെ ഈ കേസിൻ്റെ ഒരു പുതിയ മാനം വരികയാണ്. കാരണം ഈ ഗൂഢാലോചന, ആസൂത്രണം തുടങ്ങിയ ഈ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ നീണ്ട 13 വർഷത്തോളം ഇയാൾ എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ച് എൻഐഎ വിശദമാക്കേണ്ടതുണ്ട് ഈ അന്വേഷണ ഘട്ടത്തിൽ. കാരണം ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പല രാജ്യങ്ങളിലേക്ക് കടന്നതായ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരാമർശിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ വൈകാതെ ഈ നടപടികളിലേക്ക് കടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ വൈകാതെ തന്നെ സമർപ്പിക്കും. അതിലേക്കുള്ള ഇപ്പൊ നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ 13 വർഷം എവിടെയൊക്കെ പോയി, ആരൊക്കെ സഹായം ചെയ്തു? ഇപ്പൊ കണ്ണൂരിലാണെങ്കിൽ തന്നെ ഇദ്ദേഹം അവിടെ താമസിക്കാൻ വേണ്ടി എന്തൊക്കെ സഹായം അയാൾക്ക് ലഭിച്ചു, എന്തൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിന് പിന്നിൽ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. ഡാനി പറഞ്ഞതുപോലെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത, നേരത്തെ വിചാരണ നേരിട്ടവരെയൊക്കെ ഇല്ലെങ്കിൽ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കും. അതെങ്ങനെയായിരിക്കും എൻഐഎ നടത്തുക? പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ പെട്ടെന്നൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? ഇതിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ. അപ്പോൾ എന്ത് വിശദമാക്കുന്നു കാര്യങ്ങൾ? കാരണം ഈ 13 വർഷത്തോളം സംരക്ഷിക്കപ്പെട്ട ഒരാളെ അയാൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാം. അയാൾ നിലവിൽ അവിടെ കഴിഞ്ഞിരുന്നത് തന്നെയും മറ്റു SDPIയുടെ പ്രവർത്തകരുടെ അടക്കം ഒരു സംരക്ഷണയിലായിരുന്നു. ഇയാൾക്കൊരു തൊഴിലിടം ഒരുക്കി കൊടുക്കുന്നതും എല്ലാം തന്നെ ഇവരൊരു സംരക്ഷണയിലാണ് എന്ന് തന്നെ എൻഐഎ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉള്ള ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്. ഒപ്പം തന്നെയാണ് ഇയാൾക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള വിപുലമായ അന്വേഷണങ്ങൾ നടക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും 8 വർഷം മുമ്പ് ഇയാൾ വിവാഹിതനാകുന്നു. പിന്നീട് കഴിഞ്ഞ ഏതാണ്ട് 4 വർഷത്തോളമായി ഇയാൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ
ഈ വലിയ അന്വേഷണ കാലയളവിൽ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന ഒരു കുറ്റവാളി യഥേഷ്ടം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ പുതുതായി വന്ന ഒരാൾ അയാൾ എത്ര കണ്ട് അയാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സാധിക്കുന്നു എന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. അപ്പോൾ ഇയാൾക്ക് പ്രാദേശികമായി വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രവുമല്ല ഇയാളുടെ 2 മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഇതിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നു. അതോടൊപ്പം തന്നെയും മറ്റുള്ളവർക്ക് ഇയാൾ മൊബൈൽ ഫോൺ നമ്പറുകൾ കൊടുക്കാറില്ല എന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. പക്ഷെ അതേസമയം ജോലിക്കെത്തുമ്പോൾ ഇയാൾക്ക് കൂടുതൽ ഫോൺ കോളുകൾ വരാറുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർ ഇയാളെ കാണുവാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ തൊട്ടടുത്ത ദിവസങ്ങളിലല്ല, അത് എല്ലാ ദിവസങ്ങളിലും നടന്നിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ രീതിയിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് NIA പോകേണ്ടതുണ്ട്. അത് NIA റിമാൻഡ് റിപ്പോർട്ടിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ ആസൂത്രണം സംബന്ധിച്ച സുപ്രധാനമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഇത്ര കണ്ട് സംരക്ഷിക്കുകയും ചെയ്തത്. ഇയാളോട് നേരിട്ട് ഇടപെട്ട ആസൂത്രണത്തിലെ ആളുകളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് വ്യക്തത വേണം. ഇന്നലെ പ്രൊഫസർ TJ ജോസഫ് പറഞ്ഞതുപോലെ ഇവരെല്ലാം തന്നെ ഈ ആയുധങ്ങളാക്കപ്പെട്ടവരാണ്. അവർക്ക് പിറകിൽ പ്രവർത്തിച്ച തലച്ചോറുകളുണ്ട്. ഇവരെയാണ് കണ്ടെത്തേണ്ടത്. അവർ നിയമത്തിന് മുന്നിൽ എത്തുമോ എന്ന് പോലും തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസൂത്രണം സംബന്ധിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയും ഇങ്ങനെ ഒരു മതനിന്ദയുടെ പേരിൽ കൈ വെട്ടിമാറ്റുക, കൈപ്പത്തി വെട്ടിമാറ്റുക എന്ന അതിനിഷ്ഠൂരമായ ഒരു കാര്യം നടന്നത്. അതിൻ്റെ വിശദാംശങ്ങളടക്കം പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പുറത്തു വരേണ്ടതുണ്ട്. NIAക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം വിദേശത്ത് നിന്നടക്കം ഇതിന് സാമ്പത്തിക സഹായം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. റോയ് അടക്കമുള്ള ഏജൻസികൾ ഇയാൾക്ക് വേണ്ടി വിദേശത്തടക്കം തെരച്ചിലടക്കം നടത്തിയതാണ്. അപ്പോൾ ഇത്ര വിപുലമായി തെരച്ചിൽ നടത്തിയിട്ടും സംസ്ഥാനത്തിനകത്ത് തന്നെ വളരെ സുരക്ഷിതമായ ഒരാൾക്ക് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് എത്ര കണ്ട സഹായം, പ്രാദേശിക സഹായം മാത്രമാണോ, മറ്റിടപെടലുകളുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് NIA തയ്യാറെടുക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകളുണ്ടാകും. നിശ്ചയമായും ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകാം. ധന്യ.